ചിറ്റൂരിലെ നിയുക്ത MLA ആയ സുമേഷ് അച്യുതനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്, അതിനിടയിൽ കണ്ടുമുട്ടിയതാണ്. ഏതായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതല്ലേ, എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. നമുക്ക് ചിറ്റൂരിലെ ജനങ്ങൾക്കും പാലക്കാട് ജില്ലയിലെയും കർഷകർക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രത്യാശയിലാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി കർഷകരെ സഹായിക്കുന്നതും ചിറ്റൂരിലെ ജനങ്ങളുടെ അവിടെ നിരവധി കാലമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്, അതിനൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. എന്തായാലും 102 സീറ്റിൽ UDF അധികാരത്തിൽ വന്നു. വലിയൊരു ജനപിന്തുണയാണ് ജനങ്ങൾക്ക് കിട്ടി. ഈ VDS സർക്കാർ, VD സതീശൻ്റെ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ പൊതുവെ? രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാവുന്ന ഒരു സർക്കാരായിരിക്കും ഇനി ഉള്ള 5 വർഷം ഉണ്ടാവുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് 5 വർഷത്തേക്കുള്ളതല്ല, ഇനി അടുത്ത 15 വർഷത്തേക്കുള്ള ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനങ്ങളും അതുപോലെ ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളുമായിട്ട് ഈ സർക്കാർ ഒരു ജനകീയ സർക്കാരായിട്ട് ഉണ്ടാവും. എന്തായാലും ചിറ്റൂർ പോലുള്ളൊരു കാർഷിക മേഖലയിൽ നിന്നാണ് താങ്കൾ ജയിച്ചു വരുന്നത്. വലിയൊരു സാധ്യത ഉള്ള, കാരണം കാർഷിക മേഖലയൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അവിടെ ഇപ്പോഴും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാടുമായിട്ടുള്ള വെള്ളത്തിൻ്റെ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവിടുത്തെ കാർഷിക മേഖലയെ കാര്യമായി ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും? തമിഴ്നാട് സർക്കാരുമായിട്ടുള്ളൊരു കരാർ പുതുക്കേണ്ട, അത് റിവ്യൂ ചെയ്യേണ്ട കാലാവധി പൂർത്തിയായിട്ട് 38 വർഷമായി. അതാണ് പ്രഥമ പരിഗണന. കാരണം ജലം ആണ് നമ്മുടെ റോ മെറ്റീരിയൽ ഈ കൃഷിക്കുള്ള. അപ്പോൾ ജലം നമുക്ക് ലഭ്യമാക്കണം, ആവശ്യത്തിനുള്ള ജലം ലഭ്യമാക്കണം. കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം. തമിഴ്നാട് സർക്കാരുമായിട്ട് കോൺഗ്രസ് കൂടെ സർക്കാരിൻ്റെ ഭാഗമാവുന്നതുകൊണ്ട് കുറച്ചുകൂടെ ആ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്ന് കരുതുന്നു. എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഇന്നിപ്പോൾ എന്തായാലും സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കുടുംബമൊക്കെ വന്നിട്ടുണ്ടോ? കുടുംബമൊക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നമുക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു നല്ല തുടക്കമാവുമെന്ന് പ്രതീക്ഷിക്കും. താങ്ക് യു. എന്തായാലും സുമേഷ് അച്യുതൻ നമുക്കറിയാം, ചിറ്റൂർ പോലുള്ള പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പോലുള്ള കാർഷിക മേഖലയിൽ നിന്നാണ് വരുന്നത്. മുമ്പ് അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ പോലും ജയിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.